Hi dear friends, once again welcome back to the Global Academy Vodagara online classes. Okay, today we are going to discuss a new chapter in our English reader. Okay, I think you all are familiar with the name Vaikam Muhammad Bashir, aren't you? Yes. നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഹു ഇസ് ഹി, അല്ലെങ്കിൽ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഏത് മേഖലയുമായി അല്ലെങ്കിൽ ഏതൊരു കരിയറാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. You know, he is a writer. He is an Indian writer and moreover that he is a Malayali. അല്ലെ, മലയാളി ആയിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ആൻഡ് ഹി ഈസ് വെൽ നോൺ ആസ് ദ ബേപ്പൂർ സുൽത്താൻ. അല്ലെ, അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്, ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രചനകൾ സിംപ്ലിസിറ്റി, അല്ലെ, എന്ന് വെച്ചാൽ എളിമയും, അതേപോലെ തന്നെ നാച്ചുറൽ എലമെന്റ്സ്, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം അല്ലെങ്കിൽ മാനുഷിക ഗുണങ്ങൾ, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രചനകളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മഹാനായ കഥാകാരന്റെ, എഴുത്തുകാരന്റെ ശൈലി, രീതി, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ എന്താണ്, ഡൗൺ ടു എർത്ത് സ്റ്റൈലാണ് റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഏറ്റവും താഴേക്കിടയിൽ ഇറങ്ങി ഒരു സാധാരണക്കാരൻ, ഒരു കോമൺ മാൻ എന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്റെ എഴുത്തുകളെ മാറ്റിയെടുത്ത വ്യക്തിയാണ് ആ വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിന്റെ പേര്, ചാപ്റ്റർ വി ആർ അബൌട്ട് ടു ഡിസ്കസ് ഈസ് നെയിംഡ് ആസ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി. അതൊരെന്താണ്, ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് കഥ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഒരു ആദ്യം തുടക്കത്തിൽ ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവിലും പിന്നീട് അങ്ങോട്ട് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലുമാണ് ആ കഥ പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ കഥ അങ്ങനെയാണ് കടന്നു പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു അവർ ചാപ്റ്റർ. ആർ യു റെഡി? ഓക്കെ, സോ as I said earlier, our chapter's name is The Snake and the Mirror, written by Vaikam Muhammad Bashir. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരു പ്രൊഫൈല് നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു 23 പേജ് നമ്പർ 23 തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെ, എന്താണ്, നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് സുപരിചിതനാണ്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് നമുക്ക് എന്താണ് ഏറെ അറിവുകളുണ്ട്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് കൂടുതലായ കാര്യം നമുക്ക് തന്നെ അറിയാം. ആ ഒരു പ്രൊഫൈലിനേക്കാൾ ഉപരി നമുക്ക് പലതും അറിയാം. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് നമ്മൾ സ്പെൻഡ് ചെയ്തത് പലപ്പോഴും പുസ്തകങ്ങളിലാണ്, അല്ലെ. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാകുക പാത്തുമ്മയുടെ ആട്, അത്തരത്തിലുള്ള രചനകൾ, അല്ലെ, ഏതൊരാൾക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെത്. അതൊക്കെ വായിച്ചിട്ടുണ്ടാവും, മതിലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് റീഡ് ദ പ്രൊഫൈൽ ഗിവൺ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീർ 1908 1994. 1908 ജനിച്ചു. 1908 മീൻസ് 1908 ജനിച്ചു. 1994 മരിച്ചു പോവുകയും ചെയ്തു, അല്ലെങ്കിൽ മരണമടയുകയും ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹം തന്റെ പച്ചയായ എഴുത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള റൈറ്റിംഗ് കൊണ്ട് എന്താണ് ജനഹൃദയങ്ങളിൽ ഒരു ഇടം നേടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് റീഡ് ദ പ്രൊഫൈൽ ഗിവൺ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ഇൻ പേജ് നമ്പർ 23 about our author Vaikam Muhammad Bashir. Vaikam Muhammad Bashir 1908 to 1994, who is fondly remembered as Bepur Sultan, is a humanist, freedom fighter, novelist and short story writer hailing from Kerala. He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. His notable works include ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഉപ്പൂപ്പാക്ക് റാണി ഉണ്ടായിരുന്നു, അനർഘ നിമിഷങ്ങൾ, ജന്മദിനം, etc. He was awarded the Padma Shri in 1982. അപ്പോൾ നമ്മൾ ആ പ്രൊഫൈൽ വായിച്ചു, അല്ലേ, ആ ഒരു ചെറിയൊരു പാരഗ്രാഫായി തന്നിട്ടുള്ള ആ പ്രൊഫൈൽ വായിച്ചു. നമ്മൾ എന്താ പറയുന്നത്, വൈക്കം മുഹമ്മദ് ബഷീർ എന്നാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീനോട്ടോട് കൂടിയാണ്, അല്ലെ. അല്ലെങ്കിൽ അദ്ദേഹം വിളിക്കപ്പെടുന്നത് പെണ്ണേം എന്നൊക്കെ പറഞ്ഞാൽ, പെണ്ണേം മീൻസ് അദ്ദേഹം എഴുതി തൂലിക്കാനാമൊക്കെ, പക്ഷേ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം എഴുതാറില്ലെങ്കിലും അദ്ദേഹത്തെ കൂടുതലായി അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെ. ഓക്കെ, അപ്പോ ബേപ്പൂർ സുൽത്താൻ ജനിച്ചിട്ടുള്ളത് 1908 അതേപോലെ തന്നെ അദ്ദേഹം മരണമടഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനകൾക്ക് വിരാമം, അല്ലെങ്കിൽ അവിടെ ഒരു പൂർണ്ണ വിരാമം ഇട്ടത് അല്ലെങ്കിൽ നൽകിയത് 1994. ഓക്കെ, അപ്പൊ അതിനിടയിൽ അദ്ദേഹം സമഗ്രമായ പല സംഭാവനകളും മലയാള സാഹിത്യത്തിനും, അതേപോലെ തന്നെ റൈറ്റിംഗ് സിംപ്ലിസിറ്റി, അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഓഫ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു മേഖല, അല്ലെങ്കിൽ എഴുത്തിന്റെ ലാളിത്യത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു, അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. അത് കൂടാതെ അദ്ദേഹത്തിന്റെ മേഖല നമ്മൾ പറഞ്ഞിട്ട് റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഷോർട്ട് സ്റ്റോറി ഇവിടെ തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ രചനയാണ്. അതിനുപരിയായിട്ട് അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്, അല്ലെ, പിന്നെ ഒരു ഹ്യൂമനിസ്റ്റ് ആണ്.
And moreover that he is a naturalist. ഒരു പ്രകൃതിവാദി കൂടിയാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ നൽകിയിട്ടില്ല, ഈ ഒരു പ്രൊഫൈലില്ല. അതാണ് ബേസിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്താണ്? നാച്ചുറലിസ്റ്റ് ആണ് അദ്ദേഹം, ഒരു പ്രകൃതിവാദിയാണ്, ഒരു ഹ്യൂമാനിസ്റ്റ്. എന്താണ്? മനുഷ്യവാദി അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അദ്ദേഹത്തിന്റെ രചനകളിലും അദ്ദേഹത്തിന്റെ എല്ലാ ജീവിത അനുഭവങ്ങളിലും കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി ഓഫ് റൈറ്റിംഗ് പറഞ്ഞു. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹിസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഈസ് ഡൗൺ ടു എർത്ത്. അത്രയും താഴേക്ക് ഇടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു കോമൺ മാൻ അല്ലെങ്കിൽ എന്താണ് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം തന്റെ രചനകളെ ആളുകൾക്ക് മുന്നിലേക്ക് നൽകി. അത് കൂടാതെ ലിറ്റററി ക്രിട്ടിക്സ് എന്ന് വെച്ചാൽ സാഹിത്യ വിമർശകർ, അവർക്കിടയിൽ പോലും നല്ലൊരു പേര് അല്ലെങ്കിൽ നല്ലൊരു ഖ്യാതി വരുത്തുവാൻ അദ്ദേഹത്തിന്റെ രചനകൾക്കും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനും വ്യക്തിപ്രഭാവത്തിനും കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ രാജ്യം അദ്ദേഹത്തെ എന്താണ് 1982 പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ് രാജ്യം ആദരിച്ച ഒരു എഴുത്തുകാരനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് രാജ്യം വിലമതിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാനുള്ളത്. ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞ ആ ഒരു കോട്ട് ഏതാണ്? നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു കീവേഡ് തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു അവർ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ പാഠം വായിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ്? നമ്മൾ പാഠത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കാം. The snake and the mirror. Has a snake ever coiled itself round any part of your body? A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. അപ്പൊ ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കഥ പുരോഗമിക്കുന്നത് രണ്ട് പേഴ്സൺ ഓഫ് നറേറ്റീവ്സ് അല്ലെങ്കിൽ എന്താണ് രണ്ട് രീതിയിലാണ് അല്ലെ. ആദ്യം ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവിലും പിന്നെ എന്താണ് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് കഥ പോകുന്നത്. തുടക്കത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞ തേർഡ് പേഴ്സൺ നറേറ്റീവില് ഒരു കാര്യം ലഭ്യമാവുകയാണ്. ഇവിടെ ഒരു ഡോക്ടറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും തമ്മിൽ എന്തൊക്കെയോ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിട്ട് ചർച്ചയിൽ ബന്ധപ്പെടുകയാണ്. ചർച്ച നടത്തുകയാണ് ഇതിനൊക്കെ കുറിച്ച്. അപ്പൊ അതിനിടയിൽ അവർക്കിടയിൽ വരുന്ന സംസാര വിഷയവും അവിടെ ഉണ്ടാകുന്ന കാര്യവും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുമാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം ഒരു ചോദ്യം അല്ലെങ്കിൽ തന്റെ മുന്നിലിരിക്കുന്ന തന്റെ ഫ്രണ്ട്സിനോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കാം, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താ പറയുന്നത്? ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ്സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കോബ്ര അല്ലെങ്കിൽ ഒരു ഫുൾ ബ്ലഡഡ് സ്നേക്ക് അല്ലെങ്കിൽ ഒരു കോബ്ര കോയിൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ചുറ്റിപ്പടഞ്ഞ് കിടന്നിട്ടുണ്ടോ? എ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് വെച്ചാൽ പൂർണ്ണ ആരോഗ്യവാനായ എന്താണ് അത്രയും എന്താണ് അക്രമ സ്വഭാവമുള്ള ഒരു കോബ്ര അല്ലെങ്കിൽ അത്രയും എന്താണ് തീവ്രമായി മാരകമായി പരിക്കേൽപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ജീവി ആയിട്ടുള്ള കോബ്ര നിങ്ങളെ എപ്പോഴെങ്കിലും ചുറ്റിപ്പടഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് തന്റെ സുഹൃത്തുക്കളോട് നമ്മുടെ ഡോക്ടർ. അദ്ദേഹത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ട്. ഡോക്ടർ എന്ന് അവിടെ പറഞ്ഞിട്ടില്ല, ഹോമിയോപ്പത്ത് എന്നാണ് പറഞ്ഞത്. എന്താണ് ഹോമിയോപ്പത്ത് എന്ന് പറഞ്ഞാല്? ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു വൈദ്യശാസ്ത്ര വിഭാഗത്തെ നമുക്കറിയാം. അലോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തെ നമുക്കറിയാം അല്ലെ. അപ്പോ വ്യത്യസ്തമായ എന്താണ് ഒരു മെഡിക്കൽ പ്രാക്ടീസ് ആണ്. അപ്പോൾ ഇവിടെ ഹോമിയോപ്പതി ഡോക്ടറെയാണ് ഹോമിയോപ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്നത്. വെച്ചാല് ഹോമിയോപ്പതി എന്താണ് വൈദ്യശാസ്ത്രം പരിശീലിക്കുന്ന അല്ലെങ്കിൽ അത് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ അതാണ്. പിന്നെ പറഞ്ഞു, പിന്നെ എനിക്ക് ചോദ്യമാണ് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ശേഷം എന്താണ് പറയുക? ഓൾ ഓഫ് us felt silent. ഇവിടെയാണ് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോ കേട്ടുന്ന സമയത്ത് അപ്പൊ ഒരു കേൾവിക്കാരനാണ് ഇവിടെ സംഭവം അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഓൾ ഓഫ് us felt silent. The question came from the homeopaths. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് നിന്നാണ്, നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് നിന്നാണ്. The topic came up when we were discussing snakes. ഞങ്ങള് പാമ്പുകളെ കുറിച്ച് ഒരു ചർച്ച നടത്തുന്ന സമയത്തായിരുന്നു ഈ ഒരു ടോപ്പിക് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്ന അല്ലെങ്കിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, ആ ചോദ്യത്തിന് കാരണമായ ഹേതു അല്ലെങ്കിൽ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? The discussion was based upon the snakes. അപ്പോൾ പാമ്പുകളെ സംബന്ധിച്ചായിരുന്നു എന്ത് അവിടെ നടന്ന ഡിസ്കഷൻ. ഓക്കെ, we listened attentively as the doctor continued with the tale. അങ്ങനെ ഈ കഥയുമായിട്ട് ഡോക്ടർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ശ്രദ്ധാലുക്കളെ attentively എന്ന് വെച്ചാൽ അത്രയും ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ കേൾക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ തേർഡ് പേഴ്സൺ നറേറ്റീവ് കഴിഞ്ഞിട്ട് ഇനി ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് തന്നെ കഥ പോവുകയാണ്. എന്നുവെച്ചാൽ ആ ഹോമിയോപ്പതി ഡോക്ടറാണ് ഇനി കഥ മുഴുവനായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, just listen the second paragraph. It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. Okay, second paragraph ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ആ വിവരണമാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. It was a hot summer night about 10 o'clock. അപ്പോൾ ചൂടുള്ള ഒരു വേനൽക്കാലത്തെ ഒരു രാത്രി 10 മണി, അതാണ് സംഭവം നടക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. 10 മണി, രാത്രി 10 മണി ആയിട്ടുണ്ട്. അതൊരു ചൂടുള്ള കാലമായിരുന്നു. ഇറ്റ് വാസ് എ സമ്മർ സീസൺ. I had my meal at the restaurant and returned to my room. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറാണ് ഈ കഥ പറയുന്നത്. അദ്ദേഹം പറയാണ്, ഐ ഹാഡ് മൈ മീൽ, ഞാൻ എന്താണ് അത്താഴം കഴിച്ചിട്ട് ഒരു റെസ്റ്റോറന്റിൽ നിന്നും അത്താഴം കഴിച്ച് എൻ്റെ റൂമിലേക്ക് തിരികെ പോവുകയാണ്. I heard a noise from above as I opened the door. അങ്ങനെ ഞാൻ റൂമിലെത്തി, എൻ്റെ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത് I could hear some noise. എനിക്ക് ചില ശബ്ദങ്ങൾ ഡോർ തുറന്ന സമയത്ത് കേൾക്കാൻ സാധിച്ചു. One could say that rats and I shared the room. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ് പറഞ്ഞത്. ചിലർ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് തോന്നിയേക്കാം ഞാനും അതേപോലെ റാറ്റ്സും എൻ്റെ റൂം ഷെയർ ചെയ്തിരിക്കുകയാണ്. വിച്ച് മീൻസ് ആ ശബ്ദങ്ങൾ എലികളുടെ ശബ്ദമാണ് ഇവിടെ നമുക്ക് പറയാതെ പറഞ്ഞു തന്നിരിക്കുകയാണ് ഈ ഒരു ഡോക്ടർ. ഓക്കെ, അപ്പോൾ എലികൾ ഞാൻ തമ്മിൽ ഈ റൂം ഷെയർ ചെയ്തിരിക്കുകയാണെന്ന് ഒരു പക്ഷേ പുറമേ നിന്ന് കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. ഓക്കെ, I took out my matchbox, or I took out my box of matches. എന്താണ് ബോക്സ് ഓഫ് മാച്ചസ് മീൻസ്? മാച്ച് ബോക്സ് തന്നെയാണ്. ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദി കെറോസിൻ ലാമ്പ് ഓൺ ദി ടേബിൾ. അങ്ങനെ എൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു മണ്ണെണ്ണ വിളക്ക് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ മാച്ച് ബോക്സ് വിച്ച് മീൻസ് തീപ്പെട്ടി, അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഉരച്ച് കത്തിച്ച് അവിടെ വെക്കുകയാണ്. വിച്ച് മീൻസ് അവിടെ ഇലക്ട്രിസിറ്റി ആ റൂമിൽ ഇല്ല. ഓക്കെ, ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി ഇസ് ദ ഇൻ മൈ റൂം എന്ന് ഡോക്ടർ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പറഞ്ഞത് അവിടെ? കാരണം ഇതൊരു കുറച്ച് മുന്നേ നടന്ന കഥയാണ്, അല്ലെങ്കിൽ കുറെ മുന്നേ ഉള്ള ഒരു കാലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ്. അതുകൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയോ? ഇല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇലക്ട്രിസിറ്റി ഉണ്ട്, അത് എത്താത്തൊരു സ്ഥലമില്ല. പക്ഷെ ഇത് കുറെ മുന്നേ ഉള്ള ഒരു കഥയാണ്, അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഒരു കഥയാണ്. That's it. Next paragraph. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were made. I had about 60 rupees in my suitcase along with some shirts and dhotis. I also possessed one solitary black coat which I was then wearing. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ ആ ഒരു കഴിഞ്ഞ പാരഗ്രാഫ് അവസാനിച്ച സമയത്ത് കെറോസിൻ ലാമ്പ് മാച്ച് ബോക്സ് കൊണ്ട് കത്തിച്ചു, ലൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, ലൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പോൾ അതിന് റീസൺ തൊട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് പറഞ്ഞിരിക്കുകയാണ്. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഈ വീട് വൈദ്യുതീകരിച്ചിരുന്നില്ല, ഇലക്ട്രിഫൈഡ് ആയിരുന്നില്ല എന്ന് പറയാണ്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. ഞാൻ താമസിക്കുന്നത് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കുടിസ് മുറി എന്നൊക്കെ പറയും, ചെറിയൊരു മുറിയാണ്. ആൻഡ് ഇറ്റ് വാസ് എ റെന്റഡ് വൺ. അതെന്താണ്, വാടകയ്ക്ക് ഞാൻ എടുത്ത ഒരു മുറിയാണ്, എൻ്റെ സ്വന്തമായിട്ടുള്ള ബിലോങ്ങിങ്സിന്റെ ഭാഗമല്ല അത്. ഓക്കെ, I had just set up medical practice and my earnings were made എന്ന് പറഞ്ഞു. എന്താണ്, ഞാൻ ഈ അടുത്ത കാലത്താണ് അവിടെ ഈ ഒരു മെഡിക്കൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മെഡിസിൻ കഴിഞ്ഞ ശേഷം അവിടെ പ്രാക്ടീസ് ആരംഭിച്ചത് കുറച്ചായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനം തുച്ഛമാണ്. അവിടെയുള്ള ആ ഒരു ബോൾഡ് ആയിട്ട് നൽകിയ വേർഡിന്റെ മീനിങ് ആണ് തുച്ഛം എന്നാണ്. ഓക്കെ, സിമ്പിൾ ആണ്, മീൻസ് പണമില്ല കയ്യിൽ, ദാരിദ്ര്യമാണ്, പോവേർട്ടി എന്ന് പറയുന്ന സാധനം എനിക്കുണ്ട്, അല്ലെങ്കിൽ അട്ടർ പെനുവറിയാണ് എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരാണ പോലും കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥയാണ് എൻ്റേതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, I had about 60 rupees in my suitcase. അപ്പോൾ എൻ്റെ സ്യൂട്ട് കേസ്, എൻ്റെ ബാഗിൽ ഏതാണ്ട് 60 രൂപയേ ഉള്ളൂ ഇപ്പോൾ കയ്യിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. Along with some shirts and dhotis. ആ ഒരു സ്യൂട്ട് കേസിൽ പണം കൂടാതെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. The things are some shirts and dhotis. കുറച്ച് ഷർട്ടുകളും അതേപോലെ തന്നെ കുറച്ച് മുണ്ടുകളും. Dhotis means മുണ്ടുകൾ അല്ലേ, അവയുണ്ട്. And I also possessed one solitary black coat which I was then wearing. അത് കൂടാതെ ഷർട്ടും അതേപോലെ തന്നെ ഈ മുണ്ടും കൂടാതെ എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് കോട്ടാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് സോളിറ്ററി ബ്ലാക്ക് കോട്ട് എന്ന് പറയാം. അവിടെ സോളിറ്ററി
സോൾട്ടറിന്റെ ഒരു യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞാൽ ഏകാന്തത അനുഭവിക്കുന്ന, ഏകാന്തത എന്നൊക്കെയാണ്, ഒറ്റപ്പെടൽ എന്നൊക്കെയാണ്. അപ്പൊ അതാണ് ബഷീറിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നുവെച്ചാല് ഒരു കുറെ ദൂരെയുള്ള ഒരു സാധനമായിട്ട് ബന്ധപ്പെടുത്തി കാര്യം അതിവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല. അല്ലെ, സോൾട്ടർ എന്നുള്ളൊരു വാക്കിന്റെ ഒരു അഡിഷൻ ഇവിടെ വേണ്ടതില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുക അതൊരു ഭംഗി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ റൈറ്റിംഗിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ സോളിറ്ററി ബ്ലാക്ക് കോട്ട് എന്റെ അധീനത അല്ലെങ്കിൽ എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു ബ്ലാക്ക് കോട്ട് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ വേറൊരു വാക്കുണ്ട്, പൊസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊസസ് മീൻസ് വെച്ചാൽ ഉടമസ്ഥത കാണിക്കുന്നതാണ്, എന്റേത് എന്ന്, എന്റെ കൈവശമായിട്ടുള്ളത് ഒരു ബ്ലാക്ക് കോട്ട് കൂടിയുണ്ട്. വിച്ച് ഐ വാസ് ദെൻ വെയറിംഗ്, ഞാനപ്പോ ആ റൂമിലേക്ക് കടന്നു വന്ന സമയത്ത് ധരിച്ചിരുന്നത് ആ ഒരു കോട്ടായിരുന്നു. അപ്പോൾ എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഈ 60 രൂപയും ഈ ഒരു സ്യൂട്ട് കേസും, അതേപോലെ തന്നെ സം ധോത്തീസ് ആൻഡ് സം ഷർട്ട്സ്, ആൻഡ് മോറോവർ ദാറ്റ് ഐ ഹാവ് എ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. അപ്പൊ ഇത്രയുമാണ് എൻ്റെ ഒരു ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ, എൻ്റെ കൈവശമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കുറിച്ച് നമുക്ക് എന്താണ് ചെറിയൊരു ഒരു ഐഡിയ ലഭിച്ചിരിക്കുകയാണ് ഈ 3 പാരഗ്രാഫുകളിലൂടെ. Am I right? So the 4th paragraph. I took off my black coat, white shirt and not so white vest and hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air. But the wind god seemed to have taken the time off. സോ 4ാമത്തെ പാരഗ്രാഫ്, ഞാൻ ആ റൂമിൽ വന്ന ശേഷം ആ ശബ്ദമൊക്കെ കേട്ട്, നേരത്തെ പറഞ്ഞ നോയ്സി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ആ റൂമിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഈ കഥാതന്തു, അല്ലെങ്കിൽ ദ കണ്ടന്റ് ഓഫ് ദി സ്റ്റോറി ഈസ് റെസ്റ്റിംഗ് ഇൻ ദീസ് പാരഗ്രാഫ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു കഥയുടെ തന്തു എന്നുള്ളത് ഈ കഥകളിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫുകളിലാണ് കിടക്കുന്നത്. സോ ഐ took off my black coat, white shirt and not so white vest and hung them up. അപ്പൊ ഞാൻ റൂമിലെത്തി എന്ത് ചെയ്യാണ്, എന്റെ ഉടയാട വിച്ച് മീൻസ് എന്റെ വസ്ത്രങ്ങൾ എന്ത് ചെയ്യാണ്, അഴിച്ചു വെക്കണം. എന്തൊക്കെ ആദ്യം അഴിച്ചു വെച്ചത്, ഐ took off my, what do you mean by took off? ടേക്ക് ഓഫിന്റെ പാസ്റ്റ് ആണ് അല്ലെ took off എന്ന് പറഞ്ഞാൽ. ടേക്ക് ഓഫ് മീൻസ് എന്താണ്, എടുത്തു വെക്കുക, മാറ്റി വെക്കുക എന്നൊക്കെയാണ്. അഴിച്ചു വെക്കുക എന്ന് പറയാം, കറക്റ്റ് ആയിട്ട് മീനിങ് അത് തന്നെയാണ്, അഴിച്ചു വെക്കുക. took off my black coat, white shirt and not so white vest. അങ്ങനെ എന്റെ കറുത്ത കോട്ടിനെ കുറിച്ച് മുന്നേ എന്താണ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഫെമിലിയറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു വെച്ചു. and after that a white shirt, അതിനുശേഷം എന്താണ്, എന്റെ വൈറ്റ് ഷർട്ട് എന്ത് ചെയ്തു, അവിടെ മാറ്റി വെച്ചു. പിന്നെ എന്താണ്, എന്റെ അത്രമേൽ വെളുപ്പില്ല, എന്ന് വെച്ചാൽ അത്ര വെളുപ്പൊന്നും ഇല്ലാത്ത, അതാ പറഞ്ഞത്. ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, എന്റെ ഉള്ളിൽ ധരിക്കുന്ന ഒരു ബനിയൻ, ഇന്നർ ആയിട്ടുള്ള ഒരു ബനിയൻ എന്താണ്, അതും അവിടെ അഴിച്ചു വെച്ചു. ഹങ് അപ്പ് മീൻസ് എന്താണ്, ഹാങ് ചെയ്ത് വെച്ചു എന്നാണ്. ഒന്നുമില്ല ഒരു ഹാങ്ങറിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു അയൽ വിരിച്ചുകൊണ്ട് അതിന്റെ മുകളിലോ ഇട്ടതാവാം. ഓക്കെ, എന്ത് തന്നെയായാലും അദ്ദേഹം അഴിച്ചു വെച്ചു ഇതൊക്കെ. I opened the 2 windows in the room. അങ്ങനെ എന്റെ ഈ റൂമിൽ 2 വിൻഡോസ് ഉണ്ട് എന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഡോക്ടർ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ ആ റൂമിലെ 2 വിൻഡോസ് തുറന്നു, ഓപ്പൺ ചെയ്തു. It was an outer room with one wall facing the open yard. അപ്പൊ എനിക്ക് കിട്ടിയ മുറി, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ കുറച്ച് പുറം ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് പുറം സൈഡിലേക്ക് നിൽക്കുന്ന റൂമാണ്. അത് കൂടാതെ ആ ഒരു റൂമിൽ നിന്ന് നേരെ ഓപ്പൺ യാർഡിലേക്കാണ് ഇറങ്ങുന്നത്, വെച്ചാൽ നേരെ പുറം ഭാഗത്തേക്കാണ് ഇറങ്ങുന്നത്. ഓക്കെ, it was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. അപ്പോൾ ആ മുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, it was tile. എന്താണ് ടൈൽ? ടൈൽ എന്ന് വെച്ചാൽ ഓടുമേഞ്ഞാന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ റൂഫ് എന്ന് വെച്ചാൽ മേൽക്കൂര എന്താണ്, ഓടുമേഞ്ഞതാണ്. അതുകൂടാതെ അത് നിൽക്കുന്നത് ഒരു ഗ്യാബിൾസ്, സപ്പോർട്ടിംഗ് ഗ്യാബിൾസിന്റെ സഹായത്തോടു കൂടിയാണ്. ഗ്യാബിൾസ് മീൻസ് എന്താണ്, നമ്മൾ ത്രികോണാകൃതിയിലാണ് പഴയ ഓട് വീടൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ത്രികോണാകൃതിയിൽ ആ ഒരു എന്താണ്, ഓടിനെയൊക്കെ താങ്ങിക്കൊണ്ട് അത് അവിടെ നിൽക്കുകയാണ്, ആ ചുമരിന്റെ ബീമിന് താങ്ങിക്കൊണ്ട്. ഗ്യാബിൾസ് മീൻസ് ത്രികോണാകൃതിയിലുള്ള ആ ഒരു ഗോപുരത്തിനാണ് പറയാ ഗ്യാബിൾസ്. ഓക്കെ, നമ്മൾ പട്ടികയൊക്കെ കൂട്ടി ഇങ്ങനെ വെക്കില്ലേ, അതാണ് സംഭവം. ഓക്കെ, that rested on the beam over the wall. There was no ceiling. അപ്പോ ആ ഒരു ഓടിട്ട മേൽക്കൂരയ്ക്ക് സീലിംഗ് ഉണ്ടായിരുന്നില്ല. what do you mean by ceiling? നമ്മുടെ എന്താണ്, വാർപ്പ് ചെയ്ത അല്ലെങ്കിൽ വാർപ്പ് ആക്കി മീൻസ് ഓടല്ലാതെ വാർത്തുണ്ടാക്കിയ വീടിന് സീലിംഗ് ആണോ? ഇല്ല. ഉണ്ടോ?
ഇല്ല. നമുക്ക് ഓടിച്ച വീട്ടിലൊക്കെ നമുക്ക് കാണാം അല്ലെ, പൂവോട് എന്ന് പറഞ്ഞ സാധനം നിരത്തി വെക്കും എന്ന് വെച്ചാൽ ഈ ഒരു പട്ടികയും കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് മീൻ ബൈ സീലിംഗ്. അപ്പോൾ ആ സീലിംഗ് ഈ ഒരു റൂമിൽ എന്ന് വെച്ചാൽ അത്രയും എന്താണ് എന്റെ അവസ്ഥ എങ്ങനെയാണ്, അപ്പോൾ അത്രയും ലോക്കൽ ഒരു റൂമിലാണ് ഞാൻ റെന്റ് കൊടുത്ത് താമസിക്കുന്നതെന്ന് പറയാം. ഓക്കെ, there was no ceiling, there was a regular traffic of rats to and from the beam. അപ്പോൾ ഈ ഒരു ചുവരിന്റെ ബീമുകളിലൂടെ എന്താണ് എലികളുടെ ഓട്ടം അല്ലെങ്കിൽ ട്രാഫിക് എന്നാ പറയുന്നത് അല്ലെ, അവരുടെ സഞ്ചാരം അതിലൂടെ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ പല സമയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് one could say that I was sharing the room with some rats. അല്ലെ, അതായത് ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞേക്കുന്നത് ഞാൻ ഈ റൂം എന്താണ് ചില എലികളുമായിട്ട് പങ്കുവെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ പകുതി റെന്റ് അവരാണ് കൊടുക്കുന്ന രീതിയിലാണ് ആളുകൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിനെ ഞാൻ ഗൗനിക്കുന്നില്ല. ഓക്കെ, traffic of rats to and from the beam. I made up my bed and pulled it close to the wall. അങ്ങനെ ഞാൻ രാത്രിയാണെന്ന് പറഞ്ഞില്ലേ, 10 മണി കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ബെഡ് എന്ത് ചെയ്യാണ് എന്റെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ചുവരിന്റെ അരികിലേക്ക് മാറ്റി നീക്കി വെക്കുകയാണ്. ഓക്കെ, ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ, ചുവരിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്. ഐ ലേ ഡൗൺ മീൻസ് ഞാൻ അവിടെ എന്താണ് കിടന്നു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സംതിങ് haunted me എന്ന് പറയാം അല്ലെ, എന്തൊക്കെയോ എന്നെ അലട്ടുകയാണ്, ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഓക്കെ, I got up and went out to the veranda for a little air. അപ്പോൾ കുറച്ച് ശുദ്ധമായി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ആ കിടക്കയിൽ നിന്ന് എണീറ്റുകൊണ്ട്, ഗോട്ടപ്പ് എന്നാ പറഞ്ഞത് അല്ലെ, ഗെറ്റപ്പിന്റെ പാസ്റ്റ് ആണ് ഗോട്ടപ്പ്. അപ്പോൾ എണീറ്റുകൊണ്ട് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോയി. ഓക്കെ, എവിടത്തേക്കാ, വരാന്തയിലേക്ക് പോയി. But the wind god seemed to have taken time off. രസകരമായ ഒരു വരിയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കാറ്റിന്റെ ദേവത എന്താണ് സമയം കഴിഞ്ഞുകൊണ്ട് അവരുടെ പരിപാടി ഒഴിവാക്കിക്കൊണ്ട് എന്താണ് അടച്ചുപൂട്ടി പോയിരിക്കുകയാണ്. രസകരമാണ് അല്ലെ. അപ്പൊ അതൊന്നും പറയേണ്ട ഒരു ആവശ്യം, പക്ഷേ എഴുത്തിന്റെ ശൈലി അദ്ദേഹത്തിന്റെ അങ്ങനെയാണ്, ആളുകളെ രസം പിടിപ്പിക്കുന്നതാണ്. ഈ ഒരു രസകരമായ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് സാധനം വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് രസകരമായ ഒരു ഹിന്റ് അവിടെ തരികയാണ് നമ്മുടെ ഓതർ. അപ്പൊ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പുറത്തേക്ക് പോയ സമയത്ത് കാറ്റില്ലായിരുന്നു അവിടെ. എന്തുകൊണ്ടാ, കാറ്റിന്റെ ദേവത ആ കാറ്റ് അടിക്കുന്ന ആ ഒരു സമയം നിർത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ the next and the 5th paragraph. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book. The materia medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. അപ്പോൾ എന്താണ് കാറ്റിന്റെ ദേവത കാറ്റും കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്താണ് ഇവിടെ കാറ്റൊന്നും അടിക്കുന്നില്ല, ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഞാൻ തിരിച്ചെന്താണ്, എനിക്ക് ഒരു പുറമെ വരാന്തയിൽ നിന്നുകൊണ്ട് ഒരു ആശ്വാസം അല്ലെങ്കിൽ റിലീഫ് ലഭിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, തിരിച്ചെന്റെ റൂമിലേക്ക് എന്നെ കയറുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഐ വെന്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. അപ്പോൾ ഞാൻ സാധാരണ ഇരിക്കാറുള്ള എന്റെ ടേബിളിന്റെ അടുത്തുള്ള ചെയറിന്റെ അടുത്തേക്ക് പോയി ഞാൻ അവിടെ ഇരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ടേബിളിന്റെ അടുത്തുള്ള കസേരയിൽ ഇരിക്കുന്നത്. അപ്പോൾ ടേബിളിന്റെ വലിപ്പോ അങ്ങനെ എന്തോ തുറന്നിട്ട് ബോക്സ് തുറന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പുസ്തകം. ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഞാൻ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം അതിൽ നിന്ന് എടുക്കുകയാണ്. ആ ഒരു വലിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഡ്രോയറിൽ നിന്ന് എടുക്കുകയാണ്. ദ മെറ്റീരിയ മെഡിക്ക. അപ്പോൾ ആ പുസ്തകത്തിന്റെ പേര് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പുസ്തകം ഞാൻ എൻ്റെ വായനയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. ഓൺ മൈ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ on which stood the lamp and a large mirror. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എടുത്തു വെച്ചു, ഒന്ന് തുറന്നു. അതിനടുത്തായിട്ട് എന്തുണ്ട്, ഒരു മിററും ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ ആ ഒരു ലാമ്പ് വിളക്കുമുണ്ട്. ഏതാണ് നമ്മൾ നേരത്തെ ഓതർ പറഞ്ഞ, ഞാൻ ലൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, കത്തിച്ച ആ ഒരു വിളക്കും ആ ഒരു ടേബിളിന്റെ മുകളിലാണ് ഉള്ളത്. A small comb lay beside the mirror. അപ്പോൾ ആ ടേബിളിന്റെ മുകളിലെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ, ഒരു മിറർ ഉണ്ട്, ഒരു കെറോസിൻ ലാമ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്, there was a comb laying beside the mirror. അവിടെ ആ ഒരു മിററിന്റെ സൈഡിലായിട്ട് എന്താണ് ഒരു കോംബ്, ഒരു എന്താണ് മുടി ചീക്കുന്ന ചികിർപ്പ് അവിടെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആ മേശപ്പുറത്തുണ്ട്. അത് കൂടാതെ മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഓതറുടെ ആ ഒരു ബുക്കും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പുസ്തകവും അവിടെയുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ചെറിയ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്.
സോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അഞ്ചാമത്തെ പാരഗ്രാഫിലാണ്. ഐ തിങ്ക് ഇറ്റ്സ് സിമ്പിൾ അല്ലെ, കുറച്ചുകൂടി ലളിതമായ ഒരു കഥയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വേൾഡ് റിനോൺ ഒരു ഇന്ത്യൻ റിനോൺ റൈറ്റർ എന്നൊക്കെ പറയാം നമുക്ക് അല്ലെ. ലോക പ്രസിദ്ധനാണ്, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ശൈലി വളരെ ചുരുക്കം പേരിൽ മാത്രമേ ലോകത്തിലെ പല സ്ഥലങ്ങളിലും കണ്ടെങ്കിൽ ലോക സാഹിത്യത്തിലെ അല്ലെങ്കിൽ സാഹിത്യ രചനകളിലെ വ്യക്തികൾ ഇത്തരത്തിലുള്ള എഴുത്തുകൾ ശീലിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിലൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. ഹീസ് എ കേരളൈറ്റ്, ഒരു കേരളീയനാണ് അദ്ദേഹം. അത് കൂടാതെ നമ്മുടെ നാട്ടുകാരനാണ് അല്ലെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, ഈ പാഠഭാഗം വായിച്ചുകൊണ്ട് നല്ലപോലെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വരിക. ഓക്കെ, സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.